ഉള്ളി സൂക്ഷിക്കുന്ന പാത്രത്തിൽ കുറച്ച് നമ്മുടെ പേപ്പർ ഒന്ന് കീറി ഇടയ്ക്കിടയ്ക്കൊന്ന് വെച്ച് കൊടുത്താൽ ഉള്ളി കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കും. സവാള നമ്മൾ അരിയുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കുറഞ്ഞു കിട്ടും. കറിയിൽ എണ്ണ കൂടി പോയാൽ നമുക്കൊരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ആ എണ്ണ വലിച്ചെടുക്കാം. നെയ്യ് സൂക്ഷിക്കുമ്പോൾ ഒരു കഷ്ണം കറുവപ്പട്ട എന്നിട്ട് സൂക്ഷിച്ചാൽ കുറേ ദിവസം കേടാകാതിരിക്കും. മുളക് പൊടിയിൽ ഒരു നുള്ള ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാതെ സൂക്ഷിക്കാം. കടല തലേദിവസം വെള്ളത്തിടാൻ മറന്നുപോയാൽ ചൂട് വെള്ളത്തിൽ 1 മണിക്കൂറൊന്ന് ഇട്ട് വെച്ചാൽ മതി. കടല സൂക്ഷിക്കുന്ന പാത്രത്തിൽ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഉണക്കമുളക് ഇട്ട് സൂക്ഷിക്കാം. അരിപാത്രത്തിലെ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഗ്രാമ്പൂ ഇട്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കുന്ന പാത്രത്തിൽ ഒരു ആപ്പിൾ വെച്ച് കഴിഞ്ഞാൽ മുള പൊട്ടി. നമുക്ക് വാഴയിലയുടെ തണ്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കള ഉപയോഗിക്കുന്ന നമ്മുടെ കത്രികയുടെയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ്. നമുക്കതെടുത്തിട്ട് ഇതുപോലെയൊന്നും ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വിടൂലേ, അതുപോലെയൊന്നും ചെയ്താൽ മതി കേട്ടോ. ദോശമാവ് ഒരുപാട് പുളിയാവാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ വാഴയിലയുടെ കഷ്ണം നമ്മുടെ ദോശമാവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ കേടാകാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അതിന് നമുക്ക് വാഴയില ഉപയോഗിക്കാം. അതിൻ്റെ ഒരു കഷ്ണം ഇതിലേക്ക് ഇട്ട് സൂക്ഷിച്ചാൽ മതി. തക്കാളിയുടെ തൊലി കളയാനായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി.